നമ്മൾ പഠിച്ചു, മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിന്റെ കൃത്യമായ വിവരങ്ങൾ മുസ്ലിം ജനസമൂഹത്തിന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ചോറ്റു ത്വരീഖത്തിൽ നിന്നും ആളുകൾ പിൻവാങ്ങി. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ പരിശോധിച്ചു. വഹാബി പ്രസ്ഥാനം ഉടലെടുത്ത സാഹചര്യത്തിലാണ് സമസ്ത രംഗത്ത് വന്നത്. വഹാബി പ്രസ്ഥാനത്തിന് അന്ന് തൊട്ട് ഇന്നോളം അപ്പോഴേക്ക് കുറച്ച് വളർന്നു കഴിഞ്ഞിരുന്നു. നിരന്തരം അവർക്കെതിരെയുള്ള ബോധവൽക്കരണം തുടർന്നതിന്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം സാധിച്ചിട്ടുണ്ട്. ആശയപരമായി ദുർബലമാക്കി പരസ്പരം കാഫറുകളും മുശ്രിക്കുകളുമാക്കി ചിത്രീകരിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളായി ശിഥിലമായി ചിന്നിച്ചെറി കിടക്കുന്ന ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ദുർബല സംഘടനകളാക്കി മാറ്റാൻ അവരെ സാധിച്ചു. സമസ്ത ആശയത്തിൽ ഉറച്ചു നിന്നു. യാഥാർത്ഥ്യം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യം അവർ ഈ പറഞ്ഞ ഷിർക്കിൽ കഴമ്പില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താണ് സ്വഹാബത്ത് പഠിപ്പിച്ച തൗഹീദും ഷിർക്കും പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് താബിഈകളുടെ സമീപനം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് താബിഈകളുടെ സമീപനം പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിൽ നമുക്ക് മാതൃക ഖുർആനും ഹദീസും മാത്രമല്ല, ആ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിച്ച 1, 2, 3 തലമുറകളിലെ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളാണ് നമ്മുടെ മാതൃക. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലത് എന്റെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മുസ്ലിമീങ്ങളാണ്, പിന്നെ 2-ാം നൂറ്റാണ്ടുകാരാണ്, പിന്നെ 3-ാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഈ 3 നൂറ്റാണ്ടുകാർ നല്ലവരാ. മദ്ഹബിന്റെ ഇമാമുകളൊക്കെ ആ 3 നൂറ്റാണ്ടിലുള്ളത്. ആ 3 നൂറ്റാണ്ടുകളുടെ ഇമാമുമാരുടെ സ്വാലിഹീങ്ങളുടെ മഹാത്മാക്കളുടെ ഉലമാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ മഹാന്മാരെ ഖബറിൽ പോയിട്ടുണ്ട്. അവരൊക്കെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇസ്തിഗാസ അംഗീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ തബറുക്ക് അംഗീകരിച്ചിട്ടുണ്ട്. ഇതാണ് സമസ്ത കേരള ജമിഅത്തുൽ ആലിമീങ്ങൾ പഠിപ്പിച്ചത്. വഹാബി പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ഈ തൗഹീദ് തെറ്റാണ് എന്ന് അർത്ഥശങ്കകളില്ലാത്ത വിധം സലക്ഷം മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി. എത്രയോ ചരിത്ര സംഭവങ്ങൾ കാണാം, സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്ര സംഭവങ്ങൾ. മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. ഹിജ്റ വർഷം 51-ലാണ് ജനിച്ചത്. എന്നുവെച്ചാൽ റസൂലുള്ളാഹിന്റെ ഹിജ്റയ്ക്ക് ശേഷം കേവലം 50 വർഷം പിന്നിട്ടപ്പോൾ ജനിച്ചു. 131 വഫാത്തായി. ഒരു മഹാത്മാവായ പണ്ഡിതൻ ഈ മുഹമ്മദ് മുൻകദിർ റഹിമഹുല്ലാഹ് എന്ന താബിഈ പ്രമുഖന്റെ ഉസ്താദ്മാരൊക്കെ സ്വഹാബികളാണ്. ആ വലിയ മുഹമ്മദ് മുൻകദിർ റഹിമഹുല്ലാഹ് എന്ന മഹാപണ്ഡിതൻ, സൂഫിയായ പണ്ഡിതൻ, ആ താബിഈ അദ്ദേഹം ഹദീസിന്റെ കിതാബുകൾ 6 സിഹാഹു സിത്തയുണ്ട്. 6 കിതാബുകൾ, 6ന്റെയും സനദിൽ വന്ന റിജാൽപ്പെട്ട മഹാന. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, നസായി, അബൂദാവൂദ്, ഈ 6 ഹദീസിന്റെ കിതാബുകളും സനദിൽ അവർ ഉൾക്കൊള്ളുന്ന, അദ്ദേഹം സനദിൽ വന്നാൽ കുഴപ്പമില്ല.